ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവർ ടൈറ്റിൽ വിന്നറാണ് എന്ന് കരുതി നിങ്ങളൊരു കസേരയിൽ ഇരുന്നിട്ട് മറ്റുള്ളവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. അതാണ് ഒരു ടാസ്ക് ആയിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അക്ബറാണ് ടൈറ്റിൽ വിന്നറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനീഷാണ് ആദ്യം ചോദിക്കുന്നത്, 100 ഡേയ്സ് ആയല്ലോ ഇവിടുത്തെ നിങ്ങളുടെ ജീവിതം, അത് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വിന്നറായത്. അപ്പോൾ നിങ്ങളുടെ അത്രയും ഡേയ്സിനുള്ളിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും തെറ്റ് കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എന്ത് വിമർശിക്കുന്ന കുറേ ആൾക്കാർ, ഇവരുടെ ഇടയിലൊക്കെ നിന്ന് പോകണം. പിന്നെ പുറത്ത് ഞാൻ 3ഉം 4ഉം മന്തൊക്കെ ഞാൻ ഷോകൾക്ക് പോകാറുണ്ട്. അപ്പോൾ ആ ഫോണും അങ്ങനെയുള്ള ഫെസിലിറ്റിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് അത്ര ബാധിക്കാറില്ല, വീട്ടുകാരായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ 3 മന്ത് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. അപ്പം നെവിൻ ചോദിക്കുന്നുണ്ട്, നെവിനെയും ആര്യനെയും അടിമകളായിട്ടാണ് നിങ്ങൾ വെക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? അപ്പോൾ പറയേണ്ടത്, ഇവർ രണ്ട് നല്ല പേഴ്സണാലിറ്റികളാണ്, അവർക്ക് രണ്ട് പേർക്കും നല്ല ഗെയിമുണ്ട്, അവരാരും അടിമകളായിട്ട് വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആര്യം ചോദിക്കുന്നു, നിങ്ങളൊരു സിംഗറാണ്, നിങ്ങൾ PR വർക്ക് ചെയ്ത് വന്നവരുടെ ഇടയിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ നിങ്ങളത് എങ്ങനെ നോക്കിക്കാണുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പുറത്ത്. ഞാനിതിന് മുന്നേ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ സിംഗർ ആയിരുന്നു, ഞാനതിന് മുന്നേ ഒരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, അതും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് പേര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ ഒറ്റപ്പെടാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവരെയൊക്കെ തോന്നുമ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുമായിരുന്നു എന്നൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ബെല്ലടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സാബുമാനാണ് വരുന്നത്. സാബുമാൻ വന്ന് പറയുന്നുണ്ട്, സാബുമാൻ ഇതുപോലെ തന്നെ ടൈറ്റിൽ വിന്നറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ച് വെക്കുന്നുണ്ട്, വൈൽഡ് കാർഡ് വിന്നർ ആണല്ലോ നിങ്ങൾ, ഇന്ന് വരെ വൈൽഡ് കാർഡ് വിന്നർ ആയിട്ടില്ല, എല്ലാ വൈൽഡ് കാർഡും പോയിട്ട് നിങ്ങൾ മാത്രമാണ് പിടിച്ചിരുന്നത്, എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്, നന്നായിട്ട് അഭിമാനിക്കുന്നു, ഒന്നും പറയാൻ അറിയുന്നില്ല ശരിക്കും സാബുമാൻ കേട്ടോ. അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട്, വൈൽഡ് കാർഡ് പോയപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് സിംഗിളായിട്ടാണ് കളിച്ചതെന്ന് ചോദിക്കുന്നത്. എനിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല, ഞാൻ റിയലായിട്ട് കളിച്ചു, ഗ്രൂപ്പായിട്ട് സിംഗിളായിട്ടോ അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെ ആയിട്ട് റിയലായിട്ട് നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ പ്രൊവോക്കഡായിട്ടുള്ളൊരു മനുഷ്യനേ അല്ല, പക്ഷേ നെവിനോട് നിങ്ങളൊന്ന് പ്രൊവോക്കായി, അനുമോളുടെ പട്ടം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെയധികം പ്രൊവോക്കായിട്ട് അന്ന് അടികൂടി. എന്തുകൊണ്ടാണ്? അത് അപ്പോഴത്തെ ഒരു മെൻറ്റൽ പ്രഷർ കൊണ്ടാണ്. എന്നെ അങ്ങനെ ഒരാൾ വിളിച്ചാലൊന്നും ഞങ്ങൾ പ്രൊവോക്കഡ് ആവാറില്ല, അതുകൊണ്ടാണ്. നെവിൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണെന്ന് പറയാം. അപ്പോൾ നൂറ് ചോദിക്കുന്നത്, നിങ്ങളിവിടെ ആരായിട്ടാണ് കൂടുതൽ അടുപ്പം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ എന്ന് പറഞ്ഞ കൊറിയോഗ്രാഫറിൻ്റെ അടുത്തും, അല്ലെങ്കിൽ അക്ബർ എന്ന് പറഞ്ഞ പാട്ടുകാരൻ്റെ അടുത്തും, പട്ടായി പോകാൻ പോകുന്ന നൂറ, ആദില ആൻഡ് അനുമോൾ, ഇവരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് അടുപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പരിപാടിയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ജിം ഇനാഗുറേഷൻ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 2 ഫിലിം എന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ഫേസ് വാല്യൂ വളരെയധികം കൂടി അല്ലേ. അപ്പോൾ ഞാൻ